വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ പപ്പിമോളാണെങ്കിൽ വിഷ്ണുവിനെ കൊണ്ട് പപ്പിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യുകയാണ്, ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന്. അന്നേരം പപ്പിക്ക് ആകെ സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇത് സന്തോഷത്തോടു കൂടി ശാലിനി അവിടെ നിന്ന് കാണുന്നുണ്ട്. കമലിനും അങ്ങ് ആകെ സന്തോഷമാവുകയാണ്. അപ്പം ഇനി പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്നൊക്കെ പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി കാറിൽ പോകുന്നതാണ് കാണിക്കുന്നത്. കൂടെ അനുപല്ലവിയുണ്ട്, ഫ്രണ്ടിൽ വേറൊരാളും ഉണ്ട്. അന്നേരം ഇന്നത്തെ പ്രോഗ്രാമൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മഴക്കെടുതി, ഉരുൾപൊട്ടലിൻ്റെ അവലോകന യോഗം, മന്ത്രിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം റോഡിൽ നല്ല തിരക്കാണല്ലോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം മാഡം ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എപ്പോഴേ സൈറൻ ഇട്ട് പായിച്ചേനെ, VIP കളാണല്ലോ ബ്ലോക്ക് ഉണ്ടാക്കുന്നതെന്നൊക്കെ അനുപല്ലവി സംസാരിക്കുമ്പോഴും അവരുടെ ഓരോ സമയത്തിനും ഓരോ സെക്കൻഡിനും ഒക്കെ വിലയുണ്ട്. അപ്പോൾ ഒരു ഒപ്പ് കൊണ്ട് ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിച്ചേക്കാം. പിന്നെ തിരക്കില്ലാത്ത സമയത്ത് സൈറനിട്ട് പോകുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ച് പോവുകയാണ്. ഈ സമയത്താണ് വേറൊരു റേഷൻ കടയാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് അവിടെ കാർഡൊക്കെ പതിപ്പിക്കാനായിട്ടിരിക്കുന്നത്. വേറൊരാൾ തൂക്കാനും ഉണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ ഒരമ്മ വന്ന് വാങ്ങുമ്പോൾ ഇതെന്താ പട്ടിക്ക് കൊടുക്കാനുള്ളതോ മനുഷ്യന് കൊടുക്കാനുള്ളതോ ഇതെന്താന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഈ ജോലിക്കാരനാണെങ്കിൽ സുരേന്ദ്രനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അന്നേരം ചോദിക്കുന്നുണ്ട്, സുരേന്ദ്ര ഇത് കൊണ്ടുപോയി നിൻ്റെ വീട്ടിൽ മക്കൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കഴിഞ്ഞ തവണ കൊണ്ടുപോയി കുട്ടികൾക്കൊക്കെ വയറിളക്കവും ഛർദ്ദിലുമായിരുന്നു. ഗവൺമെൻറ് ആശുപത്രിക്ക് പറ്റാത്തത് കൊണ്ട് പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി. അവിടെ 4000 രൂപ ബില്ലായി. തന്തയില്ലാത്ത കൊച്ചുങ്ങളാണ്, ഞാൻ തൊഴിലുറപ്പിന് പോയി കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ തന്തയില്ലാതായി പോയത് എൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ, അവളെ ഭർത്താവ് ഇട്ടേച്ച് പോയതല്ലേ, ഇപ്പോൾ വളർത്താൻ പാടണമെങ്കിൽ മക്കളെ അങ്ങ് വിട്ടിട്ട് അവളെ ഇങ്ങോട്ട് വിട്, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ഈ അമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. സുരേന്ദ്രൻ്റെ സംസാരം കേട്ടിട്ട് നീ എന്ത് പറഞ്ഞിടാന്നും പറഞ്ഞ് ഷർട്ടിന് അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. എന്ത് പറഞ്ഞു എന്നും പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അന്നേരം സുരേന്ദ്രനെ ആകെ ഒന്ന് പേടിക്കുന്നുണ്ട് ആദ്യമൊക്കെ. എന്നിട്ട് സുരേന്ദ്രനാണെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുക തള്ളയെന്നും പറഞ്ഞ് ഈ അമ്മയെ പിടിച്ചങ്ങ് തള്ളുകയാണ്. പാവം അവർ ആ സഞ്ചി സാധനം എല്ലാം കൂടെ കൊണ്ടങ്ങ് വീഴുന്നുണ്ട്. എൻ്റെ കാല് എന്നും പറഞ്ഞ് അവരവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. ഈ സമയത്താണ് ശാലിനിയൊക്കെ അതുവഴി വരുന്നത്. അന്നേരം ഇത് കാഴ്ച കണ്ടിട്ട് ശാലിനി പെട്ടെന്ന് വണ്ടി നിർത്താൻ പറയുമ്പോൾ റേഷൻ കട കഴിഞ്ഞിട്ടാണ് വണ്ടി നിർത്തുന്നത്. തുടർന്ന് അനുപല്ലവിയും ശാലിനിയും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരാദ്യം റേഷൻ കടയുടെ അടുത്തേക്ക് വരുന്നില്ല. അന്നേരം അവരങ്ങ് വേദന കൊണ്ട് വിളിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന വേറെ സ്ത്രീകളൊക്കെ ഇവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. അന്നേരം ആരും അവരെ സഹായിക്കാൻ പോകരുത്, ഇവിടെ സുരേന്ദ്രൻ തരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പൊക്കിക്കൊള്ളണം, ഓരോന്ന് ഇറങ്ങിക്കോളും, അരി മണ്ണെണ്ണം ഗോതമ്പെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല, ഈ മാസം സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, സുരേന്ദ്രൻ തോന്നുന്നത് പോലെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അയാൾ ആകെ ബഹളമായിട്ട് വീണ്ടും അങ്ങ് കാർഡ് പതിക്കാതിരിക്കുകയാണ്. അന്നേരം ഓരോരുത്തരൊക്കെ സാധനം മേടിക്കാൻ വീണ്ടും പോയി നിൽക്കുന്നുണ്ട്. ആരും ഈ അമ്മയെ സഹായിക്കുന്നില്ല. തുടർന്ന് ഈ അമ്മയാണെങ്കിൽ പതിയെ എഴുന്നേറ്റിരുന്നിട്ട് അവരങ്ങ് വേദന കൊണ്ട് കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ആ തറയിൽ വീണ അരിയൊക്കെ വാരി സഞ്ചിയിലേക്ക് ഇട്ടിട്ട് പതിയെ സാവധാനം എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ഇവർ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇതിനു മുന്നേ ശാലിനി വണ്ടി നിർത്താനായിട്ട് പറയുമ്പോൾ അത് കണ്ടിട്ട് വണ്ടി നിർത്താൻ പറയുമ്പോൾ അനുപല്ലവി പറയുന്നുണ്ട്, മാഡം 10 മണിക്ക് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ കാര്യമാണ്, അതുപോലെ തന്നെയാണ് ഇതും ജനങ്ങളുടെ കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ശാലിനി ഇറങ്ങുന്നത്. തുടർന്ന് അമ്മയാണെങ്കിൽ ശാലിനിയുടെ കാറിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അന്നേരം അമ്മയെന്ന് വിളിക്കുമ്പോൾ എന്താ അമ്മയെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പറഞ്ഞാലും ആരും അവനോടൊന്നും ചോദിക്കാനൊന്നും ആരുമില്ല, ആരും കൂട്ടിയാൽ കൂടില്ല എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ തോളിലേക്ക് പിടിക്കുകയാണ്. ഞാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മോൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കളക്ടർ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ആ അമ്മയങ്ങ് അന്തം വിട്ട് പോവുകയാണ്, ഇങ്ങനെ വായി കഴിച്ച് വയ്ക്കുകയാണ്. അന്നേരം അയ്യോ എന്നുള്ളൊരു അതിശയത്തോടു കൂടി. അന്നേരം ശാലിനി വിഷ്ണു IAS കളക്ടറാണ്, ഇനി അമ്മ പറഞ്ഞു എന്ന് പറയുകയാണ്. തുടർന്ന് അവർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് കട നടത്തുന്നത്, പാവങ്ങൾക്ക് റേഷൻ വീതം ഒന്നും കൊടുക്കില്ല, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പുമാണ്, പിന്നെ ലോഡൊക്കെ മറിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കും, ആരെങ്കിലും ചോദിക്കാൻ ചെന്ന പെണ്ണുങ്ങളാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ചീത്ത പറഞ്ഞ് ഓട്ടിക്കും, ആണുങ്ങളാണെങ്കിൽ അടിയും കൊടുക്കും, അവനോടൊന്നും ചോദിക്കില്ല, ആരും അവനോട് ചോദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ എവിടെ നിന്നാൽ മതി, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ കടയിലേക്ക് പോവുകയാണ്. അന്നേരം ഇതൊക്കെ അനുപല്ലവിയും മറ്റേ ഫ്രണ്ടിലിരുന്ന ആളും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ ഇതെല്ലാം ശ്രദ്ധിക്കുകയാണ്. ശാലിനിയുടെ കടയിലേക്ക് പോകാൻ നേരം ശാലിനി മാത്രമേ പോകുന്നുള്ളൂ. അനുപല്ലവിയെ മറ്റേയാളെ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം അവിടെ നിന്നാൽ മതിയെന്ന്, എന്നിട്ട് നല്ലതേ നടക്കൂ എന്ന അമ്മയോട് പറഞ്ഞിട്ടാണ് ശാലിനി കടയിലേക്ക് പോകുന്നത്. തുടർന്ന് ശാലിനിയാണെങ്കിൽ കടയിലേക്ക് ഇങ്ങനെ നടന്ന് സ്ലോ മോഷനിലൊക്കെയാണ് വരുന്നത്. വന്നിട്ട് സാർ എനിക്ക് കുറച്ച് അരി വേണമെന്ന് പറയുകയാണ്. അതേസമയം സുരേന്ദ്രനാണെങ്കിൽ ആ ക്യൂ നിൽക്കുന്ന ഓരോരുത്തരെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കുള്ള സാധനം വന്നില്ല, അങ്ങോട്ട് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. തുടർന്ന് ശാലിനി ഇങ്ങനെ വന്ന് പറയുമ്പോൾ കാർഡ് എന്ന് ചോദിക്കുകയാണ്. അന്നേരം കാർഡ് ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം കാർഡ് ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനൊരു ട്രിപ്പ് പോവുകയാണ്, അപ്പോൾ വീട്ടിലെ പട്ടികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനാണ്, കുറച്ച് അരി വേണമെന്ന് പറയുകയാണ്. അന്നേരം എത്ര കിലോ വേണം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം 10 എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം ആ തരാം എന്നിങ്ങനെ പറയുകയാണ്.
തൂക്കുന്ന ആളിനോട് എടുത്തു കൊടുക്കാൻ പറയുകയാണ്. അന്നേരം ശാലിനി സുരേന്ദ്രനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സുരേന്ദ്രനാണെങ്കിൽ എത്ര കിലോ വേണമെന്ന് ചോദിക്കുമ്പോൾ 10 20 എത്ര വേണമെങ്കിലും തരാമെന്ന് സുരേന്ദ്രൻ ജോലിക്കാരൻ പറയുകയാണ്. അന്നേരം തൽക്കാലം 10 മതി എന്ന് പറയുകയാണ്. തുടർന്ന് ബാഗ് ചോദിക്കുമ്പോൾ അയ്യോ ബാഗ് എടുത്തിട്ടില്ല സോറി എന്നിങ്ങനെ പറയുമ്പോൾ സോറി ഒന്നും വേണ്ട, ബാഗിൻ്റെ കാശ് അവിടെ കൊടുത്താൽ മതിയെന്ന് ഈ ജോലിക്കാരൻ പറയുകയാണ്. അന്നേരം സുരേന്ദ്രനാണെങ്കിൽ കുഞ്ഞിരുന്ന് അങ്ങ് കണക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശാലിനി അങ്ങനെ ശ്രദ്ധിക്കുകയൊന്നും ചെയ്യുന്നില്ല. തുടർന്ന് ഈ അരി തൂക്കിക്കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എത്രയായി എന്ന് ചോദിക്കുകയാണ്. അന്നേരം 200 രൂപ, അരിക്ക് 200, എത്ര കിലോ വാങ്ങിച്ചു എന്ന് ചോദിക്കുമ്പോൾ 10 എന്ന് പറയുകയാണ്. തുടർന്ന് 200 രൂപ ബാഗിൻ്റെയും കൂട്ടി 230 എന്ന് പറയുകയാണ്. അന്നേരം 230 1 കിലോയ്ക്ക് 20 രൂപയോ, റേഷൻ കടയാണെങ്കിൽ കുറച്ച് രൂപയ്ക്ക് കിട്ടുമെന്നും പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് കയറിയതെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം ശാലിനി കടയിൽ വരുന്നതും വാങ്ങിക്കുന്നതും ഒക്കെ വെളിയിൽ നിന്ന് ആ അമ്മയും അനുപല്ലവിയും ഡ്രൈവറും എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ആ വേറൊരാൾക്ക് അരി തൂക്കി കൊടുക്കുന്ന ശ്രദ്ധിക്കുകയാണ്. ആ തൂക്കത്തിലൊന്നും കറക്റ്റല്ല, തൂക്കമൊന്നും കറക്റ്റല്ല. തുടർന്ന് അരി ചേട്ടാ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് ആ അരി ഇങ്ങനെ വാരി ഇങ്ങനെ മണത്ത് നോക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ല് എന്ന് പറഞ്ഞിട്ട് ശാലിനി തൻ്റെ കയ്യിലിരിക്കുന്ന അരിയും ഇങ്ങനെ മണത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് പട്ടിക്ക് കൊടുക്കാനുള്ളതും ഇത് മനുഷ്യന് കൊടുക്കാനുള്ളതും അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഷോ കാണിക്കാതെ പോകുന്നുണ്ടോ, ഇവിടെ ഇങ്ങനെ പറ്റുള്ളൂ, ഇതാണെങ്കിൽ ഈ അരി ഞാൻ പ്രൈവറ്റുകാർക്ക് മറിച്ച് കൊടുത്താൽ അവർ കണ്ണ് അടച്ചുകൊണ്ട് കിലോയ്ക്ക് 30 രൂപ വെച്ച് തരും. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി വേറെ പേരൊക്കെ ഇട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിൽ 40-നും 50-നും കൊടുക്കുമ്പോൾ നിങ്ങളൊക്കെ ക്യൂ നിന്ന് വാങ്ങിക്കുമല്ലോ, അവിടെ ഇതൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ശാലിനി നിൽക്കുകയാണ്. അന്നേരം സുരേന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ഷോ കാണിക്കാതെ ഇങ്ങോട്ട് പോകാൻ പറയുമ്പോൾ ഇല്ല ഞാൻ കാര്യം അറിഞ്ഞിട്ടേ പോവുക, അത് ചോദിക്കാൻ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറയുകയാണ്. നിയമങ്ങൾ അനുശാസിക്കുന്ന എല്ലാവരും അറിയാനൊക്കെ പിന്നെ അവകാശമുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, മലയാളത്തിൽ പറഞ്ഞു തരാം, ഒരു ഇന്ത്യൻ പൗര എന്നിങ്ങനെ പറയുമ്പോൾ പൗരയോ പൗരത്തെയോ ആരും ആയിക്കൊള്ളട്ടെ, ഇവിടെ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. നിനക്ക് എന്താടി അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തന്നെയാണ് എനിക്ക് വേണ്ടത്. പട്ടിക്ക് കൊടുക്കാനുള്ള മനുഷ്യന് കൊടുക്കാനുള്ളത് പട്ടിക്കുമൊക്കെ കൊടുക്കുന്ന ആ അരികൾ ഇങ്ങനെ മാറി മറിയുന്ന ആ മായാജാലം, ഇന്ദ്രജാലത്തിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് എനിക്ക് അറിയണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ അറിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് ചോദിക്കുകയാണ്. സുരേന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം കുറച്ച് ആളുകളൊക്കെ അങ്ങോട്ടത്തേക്ക് കൂടുകയാണ്, അവിടത്തേക്ക് റോഡിൽ നിന്നവരൊക്കെ ആയിട്ട്. അന്നേരം ഞാൻ അറിഞ്ഞിട്ടേ പോകൂ എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ശാലിനി ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ അടിക്കുകയാണ്. തുടർന്ന് ആ അമ്മയാണെങ്കിൽ നേരത്തെ സുരേന്ദ്രൻ തള്ളിയിട്ട് അമ്മയാണെങ്കിൽ റേഷൻ കടയിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശാലിനി അവരെ പോയി ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ നീ രണ്ടും കൽപ്പിച്ച് തന്നെയാണല്ലോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, ഇനി നീ അനുഭവിച്ച് തന്നെ അറിഞ്ഞോ, ഇത് ആരുടെ കടയാണെന്ന് നിനക്കറിയില്ല എന്നും പറഞ്ഞിട്ട് ഈ സുരേന്ദ്രനാണെങ്കിൽ ഫോൺ വിളിക്കുകയാണ്. ചന്ദ്രബോസിനെയാണ് ഫോൺ വിളിക്കുന്നത്. പക്ഷേ ചന്ദ്രബോസിനെ വിളിച്ചിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. അന്നേരം നീ അനുഭവിച്ചോ, ഇതിനൊക്കെയുള്ള ശിക്ഷ നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നീ കൊണ്ടേ പോകുമെന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യത്തിലാണ് സുരേന്ദ്രൻ. ഇതേ സമയം ചന്ദ്രബോസ് ആണെങ്കിൽ ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, എവിടെ പോകുന്ന കാണിക്കുകയാണ്. ബാക്ക് സീറ്റിൽ സുസ്മിതയും ഉണ്ട്. അന്നേരം ചിറ്റപ്പ ഈ പോക്ക് പോയാൽ ശരിയാവില്ല എന്ന് പറയുകയാണ്. അന്നേരം ഈ ട്രാഫിക്കിൽ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ എന്ന് ചന്ദ്രബോസ് പറയുകയാണ്. അന്നേരം അതല്ല, ശാലിനിയുടെ കാര്യമാണ് പറയുന്നത്. ഞാനാണെങ്കിൽ ഓരോ മുട്ടാപ്പോക്കും ന്യായമൊക്കെ പറഞ്ഞ് തടഞ്ഞു വയ്ക്കുന്ന ഫയലുകൾ കളക്ടർ ശുപാർശയോടുകൂടി പാസ്സാക്കേണ്ടി വരികയാണ്. ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ്, അവളിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ആ ശാലിനിയുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് സുരേന്ദ്രൻ വിളിക്കുമ്പോൾ ചന്ദ്രബോസിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അന്നേരം അടുത്ത പ്രശ്നമെന്നും പറഞ്ഞ് ചന്ദ്രബോസ് പറയുകയാണ് ആ സുരേന്ദ്രനാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ചോദിക്കുകയാണ് ആ റേഷൻ കട നടത്തുന്ന സുരേന്ദ്രനോന്ന്. അന്നേരം അതെ, ഇവനാണെങ്കിൽ ഓരോരോ പ്രശ്നവും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും, ഓരോരുത്തർ നുള്ളി പിച്ചി എന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് ഞാൻ ഒരു ACP ആണെന്ന് അവനൊരു ബോധമില്ല, അവൻ്റെ വിചാരം ഞാൻ നിൻ്റെ റേഷൻ കടയിലെ സെക്യൂരിറ്റി ആണ് എന്നൊക്കെ പറയുകയാണ്. അന്നേരം എന്തായാലും ചിറ്റപ്പോൾ ഫോൺ എടുക്കുമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഞാൻ സ്പീക്കറിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് സ്പീക്കറിൽ ഇടുകയാണ്, തൻ്റെ ഫോൺ സ്പീക്കറിൽ ഇടുന്നുണ്ട്. അന്നേരം സാർ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുകയാണ്. അന്നേരം എന്താ ചോദിക്കുമ്പോൾ ഒരു സ്ത്രീ റേഷൻ വാങ്ങാൻ വന്നു എന്ന് പറയുകയാണ്. അന്നേരം അതാണോ പ്രശ്നം, റേഷൻ കൊടുക്കാനല്ലേ തന്നെ നിന്നെ അവിടെ കട ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അതല്ല, അവർക്ക് ഞാൻ കൊടുത്ത റേഷൻ ഇഷ്ടപ്പെട്ടില്ല, പിന്നീട് വേറൊരു സ്ത്രീ വന്നിരുന്നു, അവരാദ്യം വന്ന സ്ത്രീക്ക് വേണ്ടിയാണ് വന്നത്, അന്നേരം ആകെ പ്രശ്നമായി, ആളൊക്കെ കൂടിയെന്ന് പറയുകയാണ്. അന്നേരം ശരി താൻ വയ്ക്കുക, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ഫോൺ വയ്ക്കുകയാണ്. സാർ ഇപ്പോൾ വരും കേട്ടോ, നിനക്കൊക്കെ ശരിയാക്കി തരുമെന്നും പറഞ്ഞ് സുരേന്ദ്രൻ ദേഷ്യത്തേക്കാണ്. തുടർന്ന് ചന്ദ്രബോസ് സുസ്മിതയോട് പറയുകയാണ് ഒരു സിവിൽ പോലീസ് ഓഫീസർ തീർക്കേണ്ട കാര്യമാണ് അവനിപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വേറൊരു പോലീസ് ലോക്കൽ സ്റ്റേഷനിലേക്ക് ചന്ദ്രബോസ് വിളിക്കാൻ തുടങ്ങുകയാണ്. അന്നേരം എന്താ ചിറ്റപ്പാന്ന് ചോദിക്കുമ്പോൾ പോലീസിനെ വിളിച്ച് പറയാം, അവരങ്ങോട്ട് ചെന്ന് പ്രശ്നം തീർക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം വേണ്ട, ചിറ്റപ്പൻ ഫോൺ കട്ട് ചെയ്യുക, ഒരു കളക്ടർ ചാർജ് എടുത്തിട്ടുണ്ടല്ലോ പുതിയത്, അവരെ പിന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിൽക്കും എന്നുള്ള ഒരു നെഗളിപ്പാണ് എല്ലാവർക്കും ഉള്ളത്, ഇത്
നമ്മൾക്ക് നേരെ ഉയർന്നിരിക്കുന്ന പുതിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ തന്നെ ആ ഒരു പ്രശ്നം തീർക്കണം. മേയറുടെ വണ്ടിയിൽ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ചെന്നിറങ്ങണം, ആളുകളൊക്കെ ഒന്ന് പേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് അവർ അങ്ങോട്ടത്തേക്ക് തിരിക്കുന്നുണ്ട്. ഇതേസമയം ശാലിനിയാണെങ്കിൽ കൈയും കെട്ടി ഇങ്ങനെ സുരേന്ദ്രൻ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ശാലിനിക്ക് അറിയാമല്ലോ ആരാണ് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ. വന്നിറങ്ങുമ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ ഇനി അടുത്ത എപ്പിസോഡാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ വന്നിറങ്ങുമ്പോൾ എന്തായാലും ശാലിനിയെ സല്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ കട എന്തായാലും പൂട്ടിക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള എപ്പിസോഡുകൾ വരും, അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്